വോട്ട് ചെയ്ത സ്ത്രീകൾക്ക് നമ്മൾ ജയിക്കില്ലേ ഉറപ്പല്ലേ എന്ന് നമ്മളോട് ഇങ്ങോട്ട് കൈ കാണിച്ചു. വോട്ട് ചെയ്ത് വന്നത് ഇറങ്ങിയതിന് ശേഷമാണോ നമ്മൾ ജയിക്കില്ലേ, നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടാ, നമ്മൾ ജയിക്കില്ലേ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ചിട്ടിറക്കാം. അപ്പൊ നമുക്കൊരു വിശ്വാസം അവരെന്തായാലും ഉറപ്പായിട്ടും ചെയ്തിട്ടുണ്ടാവും. അത് ഈ വട്ടം നമ്മൾക്ക് സപ്പോർട്ട് തന്നിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആളുകൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ഇതുപോലെ സപ്പോർട്ട് ഉണ്ടായിരുന്നവരാണോ? ഇല്ലില്ല, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല ഇതുപോലെ ഒരു സപ്പോർട്ട്. അപ്പൊ അവര് പറഞ്ഞത് ഞങ്ങൾക്കിത് നേരത്തെ തോന്നിയില്ലല്ലോ എന്നാണ് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇതുപോലെ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങള് സുരേഷ് ഗോപിക്ക് വേണ്ടി ചെയ്തേനെ, പ്രവർത്തിച്ചേനെന്നാണ് പറയുന്നത്. നമസ്കാരം ചേച്ചി, വോട്ട് ചെയ്തിറങ്ങുന്ന സ്ത്രീകള് എന്താണ് അവരുടെ ഒരു പ്രതികരണങ്ങളൊക്കെ? സന്തോഷമായിട്ട് ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കി ഒരു പുഞ്ചിരി, അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. എന്താണ് അങ്ങനെ ഒരു പ്രതീക്ഷ? എന്ത് പ്രതീക്ഷയാണ് നൽകുന്നത്? അത് ഞങ്ങളുടെ വർക്ക് ചെയ്തിട്ടുള്ള പ്രതികരണം ഇപ്പൊ അവരുടെ ഒരു പുഞ്ചിരിയായിട്ട് കിട്ടുകയാണ് നമുക്ക്. ബൂത്തിൽ ഞാൻ ഇത്ര നേരം ഇരിക്കുന്നു, രാവിലെ 5:30 കയറിയിട്ട് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളൂ. ചേച്ചി, വോട്ടെടുപ്പ് ദിവസം എന്താണ് ഇവിടുത്തെ തൃശ്ശൂരിലെ പ്രതീക്ഷകൾ എന്താണ്? ഇപ്പോ വോട്ടെടുപ്പ് ഇത്രയും നേരമായില്ലേ, 7 മണി തൊട്ട് ഈ നേരം വരെ ആയിപ്പോ തന്നെ നമുക്ക് വളരെ വലിയൊരു സന്തോഷമാണ് ശരിക്കും. കാരണം നമ്മളോട് ഉറപ്പ് പറഞ്ഞ ആളുകളൊക്കെ വേഗം വന്ന് വോട്ട് ചെയ്യാം. ഇപ്പൊ ചെയ്തത് നോക്കുമ്പോ നമുക്ക് ഇത്തിരി ഒരു മുൻതൂക്കത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ വിശ്വാസത്തിലാണ് ഞങ്ങള്. ഇരിഞ്ഞാലക്കുടയിലെ കഴിഞ്ഞ വട്ടം 42,000 വോട്ടുകളാണ് ലഭിച്ചത്. ഈ വട്ടം അത് എത്രയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഈ പ്രാവശ്യം അത് 1,00,000-ൽ മീതെ വരും എന്തായാലും. വലിയ പ്രതീക്ഷയാ. കാരണം അത്രയേറെ ആളുകൾ മാറിക്കഴിഞ്ഞു. ആൾക്കാർക്ക് നല്ല മാറ്റമുണ്ട്. ആൾക്കാർ പൊറുതിമുട്ടി മറ്റുള്ളവരെ കൊണ്ട്, LDF-ഉം UDF-നെ കൊണ്ട്. അതുപോലെ കരുവന്നൂരത്തെ വിഷയം അറിയാലോ. കരുവന്നൂരത്തെ വിഷയമൊന്നും ഇരിങ്ങാലക്കുടക്കാർക്ക്, പ്രത്യേകിച്ച് കരുവന്നൂരും പുറത്തിശ്ശേരിയിലുള്ള ആളുകൾക്ക് മറക്കാൻ പറ്റില്ല. അവരത്രയ്ക്കും വിഷമത്തിലാണ്. കാരണം ഇലക്ഷൻ അടുത്ത സമയത്ത് ഇവര് അവിടെ പോയിട്ട് ഭീഷണിപ്പെടുത്തിക്കുക, നിങ്ങൾ മറ്റുള്ളവർക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി കാശ് കിട്ടലും ഉണ്ടാവില്ല, ഞങ്ങൾ തന്നെ ജയിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്തായാലും അത് കുറേശ്ശെ ആയിട്ടെങ്കിലും തരും. ഇപ്പൊ മോദിജി ഉറപ്പ് പറഞ്ഞിരിക്കുന്നത് തിരിച്ചു തരുന്നത്, എങ്ങനെ തരാനാ, എവിടെ നിന്ന് എടുത്ത് തരാനാ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് ആളുകളെ ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് വെച്ചിക്കാം. പക്ഷെ ഞങ്ങൾ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ അധികാരത്തിൽ വരികയാണെങ്കിൽ അതിനൊരു പോംവഴി ഉണ്ടാക്കും. ഈ കണ്ടുകെട്ടിയ മുതലിൽ നിന്നൊക്കെ വിറ്റ് ഈ പാവപ്പെട്ടവരെ കാശ് തിരിച്ചു കൊടുക്കാനുള്ള നടപടി ഉണ്ടാക്കുന്ന പ്രധാനമന്ത്രി ഉറപ്പ് തന്നിട്ടുണ്ട്. ആ ഉറപ്പ് ജനങ്ങൾക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കരുവന്നൂരിലെ ബാങ്ക് തട്ടിപ്പിന് ഇരയായിട്ടുള്ള സഹകാരികളുടെ കുടുംബങ്ങളിൽ വോട്ട് ചോദിക്കാനായിട്ട് ചേച്ചി അടക്കമുള്ള ആളുകൾ പോയിട്ടുണ്ടായിരുന്നോ? എന്താണ് അവരുടെയൊക്കെ മനോഭാവം? അങ്ങനെ നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത്, ആളുകൾക്ക് വല്ലാതെ പൊറുതിമുട്ടി മതിയായവർക്ക്. അതുകൊണ്ടാണ് അവർ നമ്മളോടൊപ്പം ചേർന്നിട്ടുള്ളത്. അവര് എന്താ പറയാ, വളരെയധികം കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള പൈസകളാണ് ഇവര് പറ്റിച്ചെടുത്തത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ LDF-നെ എന്തായാലും തറ പറ്റിക്കണം, ഇങ്ങനെയുള്ള ആളുകൾ ഇനി ഇവിടെ ജയിക്കണ്ട എന്നുള്ളത് തന്നെയാണ് ജനങ്ങളുടെ തീരുമാനം നമ്മളോട് പറയണത്. അവരിങ്ങോട്ട് പറയാം, നമ്മൾ അങ്ങോട്ട് പറയണതിന് മുമ്പ് തന്നെ. ഈ ഇവിടെ CPM-ന്റെ പ്രവർത്തകര്, അതോടൊപ്പം തന്നെ CPI-യുടെ പ്രവർത്തകര് ഈ കരുവന്നൂരിലെ ബാങ്ക് തട്ടിപ്പിന് ഇരയായിട്ടുള്ള പാവപ്പെട്ട ആളുകളുടെ വീടുകളിൽ വോട്ട് ചോദിക്കാൻ പോയിട്ടുണ്ടോ? അവർ വോട്ട് ചോദിക്കാനായിട്ട് പണ്ടത്തെ പോലെ അവർക്ക് അധികം നാള് അവർ പ്രവർത്തിച്ചിട്ടില്ല. 2-3 ദിവസമൊക്കെ അവർ അധികമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കോളനി ബേസ്ഡൊക്കെ നമ്മൾ കൺവെൻഷൻ സംഘടിപ്പിക്കാറുണ്ട്. പക്ഷെ ഒരു കോളനിയിൽ ചെന്നപ്പോൾ അവരെ കൺവെൻഷനിൽ ആരും പങ്കെടുക്കാൻ വന്നില്ല എന്നുള്ളതാണ്. അവിടുത്തെ 2 ചേച്ചിമാര് ഇവരെ ആട്ടി ഓടിപ്പിക്കുക ചെയ്ത, ഒരൊറ്റ ആള് പോലും അവരുടെ ആ കൺവെൻഷനിൽ പങ്കെടുക്കാനായിട്ട് വന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. എങ്ങനെയുണ്ട് ബാക്കി സാധാരണ ജനങ്ങൾ, ഇപ്പൊ ഇതിലൊന്നും പെടാത്ത ആളുകളുണ്ടല്ലോ, അവരുടെയൊക്കെ ഒരു പിന്തുണ എങ്ങനെയുണ്ട് സുരേഷ് ഗോപിക്ക്? ഇപ്പൊ നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവര് സത്യസന്ധമായിട്ട് വിലയിരുത്തുകയാണ് നമ്മുടെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് BJP-യുടെ ഒപ്പമാണ്. പിന്നെ നമ്മുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും കൂടിയാണല്ലോ. അപ്പൊ കൂടുതൽ ഇഷ്ടം ആ സുരേഷ് ഗോപിനെ തന്നെ ജയിപ്പിക്കണം, കാര്യങ്ങൾ നടത്തിയെടുക്കണമെങ്കിൽ. തൃശ്ശൂരിന്റെ വികസനത്തിന് സുരേഷ് ഗോപി തന്നെ ജയിക്കണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ പോലും നമ്മളോട് ഇങ്ങോട്ട് പറയുക. ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് BJP തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ പ്രതീക്ഷിക്കുന്ന മണ്ഡലം തന്നെയാണ് ഇരിഞ്ഞാലക്കുട. അത് കരുവന്നൂർ വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമാണ്? അല്ലല്ല, കരുവന്നൂര് അതിന്റെ ഒരു പ്രധാന വിഷയമാണ്. അത് മാത്രമല്ല, പിന്നെ സുരേഷ് ഗോപിയുടെ പ്രത്യേകത, അതുകൂടാണ്ട് ഇവിടുത്തെ LDF ഗവൺമെന്റിന്റെ ദുർഭരണം, പിന്നെ ഒന്നിനും കൊള്ളാത്ത UDF-കാരുടെ കാര്യങ്ങളും. ഇപ്പോൾ നേമം നിയോജക മണ്ഡലത്തിൽ 2021-ൽ BJP-യെ പരാജയപ്പെടുത്താനാണല്ലോ മുരളീധരൻ അവിടെ സ്ഥാനാർത്ഥിയായത്. അങ്ങനെ BJP ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലത്തിൽ ഒരിക്കൽ കൂടി മുരളീധരൻ വന്നിരിക്കുകയാണ്. എങ്ങനെ കാണുന്നു?
അത് ഞങ്ങൾക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നണില്ല. കാരണം മുരളീധരന്റെ വരവ് ഞങ്ങൾക്ക് യാതൊരു വിഷമങ്ങളും ഉണ്ടാക്കിയിട്ടില്ല. കാരണം മുരളീധരന്റെ സഹോദരി നമ്മുടെ ഒപ്പം വന്നു, അല്ലേ? പത്മജ നമ്മുടെ ഒപ്പം വന്നു, BJP-യിലേക്ക് വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മുരളീധരനെ എതിരായിട്ട് കൊണ്ടു നിർത്തിയെങ്കിലും നമുക്കത് യാതൊരു തരത്തിലും ബാധിക്കില്ല. ഇനി ഇവര് തമ്മിൽ ഒരു അന്തർധാര ഉണ്ടായാൽ തന്നെ അതിനെ മറികടക്കാനുള്ള വോട്ട് ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങൾ ദൃഢമായിട്ട് വിശ്വസിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് മറ്റൊരു കാര്യം, ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഈ കരുവന്നൂരിലെ പാവപ്പെട്ട ആളുകളുടെ അടുത്ത് വന്നിരുന്നു? ഇല്ലല്ലോ. അതാണ് മുമ്പ് ഞാനിതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ കരുവന്നൂരത്തെ ആളുകള് മിക്കവാറും പേര് CPM-ന്റെ ആളുകളാണ്. ആ CPM-ന്റെ ആളുകൾക്ക് തന്നെയാണ് ഈ കഷ്ടപ്പാടുകൾ വന്നത്. അവരാണ് പറ്റിക്കപ്പെട്ടത്. എന്നിട്ട് പോലും CPM-ന്റെ വലിയ വലിയ നേതാക്കൾ, ഇപ്പൊ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന സുനിൽകുമാർ അടക്കം അവിടെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതേസമയം നമ്മുടെ സുരേഷ് ഗോപി അവിടെ എത്രയോ വട്ടം വന്നു, അവരെ സഹായിച്ചു. ഈ മരിച്ച ആളുകളുടെ വീട്ടിലും അവരുടെ അമ്മമാരെ ആശ്വസിപ്പിക്കുക, അവർക്ക് മരുന്ന് മേടിക്കാൻ, അവരെ കടങ്ങൾ വീട്ടാനൊക്കെ സഹായിച്ചു. അപ്പൊ അവരുടെ ഒപ്പം നിന്നത്, അവരുടെ കഷ്ടപ്പാടിൽ അവരുടെ ഒപ്പം നിന്നത്, അവര് വോട്ട് പോലും ചെയ്യാതിരുന്ന നമ്മുടെ NDA മുന്നണിയാണ്. അപ്പൊ അവര് അതിനനുസരിച്ച് നമ്മളോട് സഹായിക്കും എന്നാണ് ധാരണ. അവരെന്തായാലും വോട്ട് ചെയ്യും. ഇപ്പോ ഒരു കാര്യം വെച്ചാൽ നമ്മള് വോട്ട് ചെയ്തിറങ്ങുന്ന സ്ത്രീകൾ അവരെന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വോട്ട് ചെയ്ത സ്ത്രീകൾക്ക് നമ്മൾ ജയിക്കില്ലേ, ഉറപ്പല്ലേ എന്നാ നമ്മളോട് ഇങ്ങോട്ട് കൈ കാണിച്ചു. വോട്ട് ചെയ്ത് ഇറങ്ങിയതിന് ശേഷമാണോ പറയുന്നത് നമ്മൾ ജയിക്കില്ലേ, നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടാ, നമ്മൾ ജയിക്കില്ലേ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ചിട്ടടക്കം. അപ്പൊ നമുക്കൊരു വിശ്വാസം അവരെന്തായാലും ഉറപ്പായിട്ടും ചെയ്തിട്ടുണ്ടാവും. അത് ഈ വട്ടം നമ്മൾക്ക് സപ്പോർട്ട് തന്നിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആളുകൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ഇതുപോലെ സപ്പോർട്ട് ഉണ്ടായിരുന്നവരാണോ? ഇല്ലില്ല, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല ഇതുപോലെ ഒരു സപ്പോർട്ട്. അപ്പൊ അവര് പറഞ്ഞത് ഞങ്ങൾക്കിത് നേരത്തെ തോന്നിയില്ലല്ലോ എന്നാണ് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഇതുപോലെ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങള് സുരേഷ് ഗോപിക്ക് വേണ്ടി ചെയ്തേനെ, പ്രവർത്തിച്ചേനെന്നാണ് പറയുന്നത്. അപ്പൊ ഇപ്രാവശ്യം അവരെന്തായാലും എന്ത് ചെയ്യും? ഇപ്പോ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പാർലമെന്റ് മണ്ഡലമായിട്ട് തൃശ്ശൂർ മാറിയിരിക്കുകയാണ്. അത് സുരേഷ് ഗോപിയുടെ ഒരു സ്ഥാനാർത്ഥിത്വം തന്നെയല്ലേ? അതെ, തീർച്ചയായിട്ടും സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് വളരെ പ്രത്യേകതയുണ്ട്. അത് നമുക്ക് വോട്ടിന്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അതെ അതെ, വലിയ പ്രതീക്ഷയല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിയുടെ പര്യടനം ഉണ്ടായിരുന്നല്ലോ. ആ പര്യടനത്തിൽ നമ്മൾ ഓരോ ഭാഗത്ത് ചെല്ലുമ്പോഴും ആൾക്കാരൊരു ആവേശം കാണണം, പ്രത്യേകിച്ച് സ്ത്രീകളുടെ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ വരെ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ സുരേഷ് ഗോപിനെ കാണാനും അദ്ദേഹത്തിനോട് കൈ കൊടുക്കാനും ഒക്കെ ആയിട്ട് എന്തുമാത്രം ജനങ്ങളാണെന്നറിയോ ഓരോ സ്ഥലത്തും. അപ്പൊ അതുകൊണ്ട് അത് കാണുമ്പോൾ നമുക്ക് ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ മനസ്സിലാക്കാം. അതെ. ഇപ്പൊ ഈ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തേക്ക് ഒരു നിരാശ പടരുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് ഭയപ്പാടാണോ ശരിക്കും? അവർക്ക് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു എന്തായാലും ഇവിടെ NDA മുന്നണി ജയിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. അപ്പൊ അവർക്ക് ഭയങ്കര നിരാശയാണ്. അപ്പൊ ആ നിരാശയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരിപ്പോ അവരുടെ ആളുകളോടും മറ്റുള്ള ആൾക്കാരോടും ഒക്കെ പറയുന്നത് സുരേഷ് ഗോപി നല്ല മനുഷ്യനാട്ടാ, പക്ഷെ ജയിക്കില്ല. അവര് പറയണതാ ആ നിരാശയിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട്. ഈ മാധ്യമങ്ങളൊക്കെ പറഞ്ഞു പരത്തുന്ന പോലെ അവര് പറയുന്ന വർത്താനാണത്. നല്ല ഭയപ്പാടുണ്ട് അവർക്ക്. ഈ ഭയം അവർക്ക് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു, പരാജയം ഉറപ്പായി കഴിഞ്ഞു. അവർക്ക് പരാജയം ഉറപ്പല്ലേ, സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കുന്ന ആ സമയത്ത് തന്നെ അവർക്ക് ഉറപ്പായി. സുരേഷ് ഗോപി ഇവിടെ കഴിഞ്ഞ 5 വർഷമായിട്ട് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവരാകെ ഡള്ളാണ്. ഇപ്പൊ വോട്ട് മറിക്കുന്ന ഒരു സംഭവം വർഷങ്ങളായിട്ട് കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഇത്തവണ ക്രോസ് വോട്ടിംഗ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ? ക്രോസ് വോട്ടിംഗ് പരമാവധി ഉണ്ടാവില്ല. കാരണം ഇപ്പോ LDF-നെ സംബന്ധിച്ചിടത്തോളം LDF-ന് അവരുടെ നിലനിൽപ്പാണ്, അല്ലെ? അവരുടെ ചിഹ്നം പോവും. ഇത്ര ശതമാനം വോട്ട് കിട്ടിയില്ലെങ്കിൽ അവർക്ക് അവരുടെ ചിഹ്നം നഷ്ടപ്പെടില്ലേ. അപ്പൊ അതുകൊണ്ട് അവരധികം മറയ്ക്കാൻ നോക്കില്ല. പക്ഷെ കോൺഗ്രസിന്റെ ഭാഗത്ത് ഇനി ഇങ്ങോട്ട് മറയ്ക്കുമെന്ന് അറിയില്ല. പക്ഷെ അത് നമ്മളെ ബാധിക്കില്ല എന്ന് തോന്നണം. അങ്ങനെയാണ് ഞങ്ങളുടെ വിശ്വാസം. വലിയ മുന്നേറ്റം തന്നെ തൃശ്ശൂരിലുണ്ടാവും. വലിയ മുന്നേറ്റമാണ് അത്. നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാം അത്ര മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. നമസ്കാരം. ചേച്ചി, വോട്ട് ചെയ്തിറങ്ങുന്ന സ്ത്രീകള് എന്താണ് അവരുടെ ഒരു പ്രതികരണങ്ങളൊക്കെ? സന്തോഷമായിട്ട് ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കി ഒരു പുഞ്ചിരി, അതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. എന്താണ് അങ്ങനെ ഒരു പ്രതീക്ഷ? എന്ത് പ്രതീക്ഷയാണ് നൽകുന്നത്? അത് ഞങ്ങളുടെ വർക്ക് ചെയ്തിട്ടുള്ള പ്രതികരണം ഇപ്പൊ അവരുടെ ഒരു പുഞ്ചിരിയായിട്ട് കിട്ടുകയാണ് നമുക്ക്. ബൂത്തിൽ ഞാൻ ഇത്ര നേരം ഇരിക്കുന്നു, രാവിലെ 5:30 കയറിയിട്ട് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളൂ. ന്യൂനപക്ഷ വോട്ടുകളുണ്ടല്ലോ, പ്രത്യേകിച്ച് ഇരിഞ്ഞാലക്കുടയിലെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വോട്ട്, അത് എത്രത്തോളം പോസിറ്റീവ് ആവും സുരേഷ് ഗോപിക്ക് എന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇപ്പൊ എന്റെ ബൂത്തിനെ സംബന്ധിച്ച് പോസിറ്റീവ് തന്നെയാണ്.
ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത പലരും ഞങ്ങളോട് ഇങ്ങോട്ട് ചോദിച്ചിട്ടാണ് ഞങ്ങളോട് സ്ലിപ്പ് എഴുതി തരാൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ ആത്മവിശ്വാസം കൂടുകയാണ്. തീർച്ചയായിട്ടും ന്യൂനപക്ഷ വോട്ടുകൾ നമ്മൾക്ക് തന്നെ കിട്ടും. ക്രോസ് വോട്ടിങ്ങിന്റെ സാധ്യതകളുണ്ടോ? അതിനെ പറ്റിയിട്ടൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല, ഇല്ല എന്ന് തന്നെ വിശ്വാസം. ഇപ്പോ BJPയുടെ ഏക സീറ്റായിരുന്നു നിയമസഭാ സീറ്റ് നേമം നിയോജക മണ്ഡലമായിരുന്നല്ലോ. 2021 കെ മുരളീധരൻ അവിടെ സ്ഥാനാർത്ഥിയായി നിന്ന സമയത്ത് BJP അവിടെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. BJPക്ക് വിജയ സാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ വീണ്ടും മുരളീധരൻ ഇതുപോലെ വന്നത് അത് പ്രശ്നമാണോ? ഇല്ല, ഒരു പ്രശ്നമില്ല. മുരളീധരൻ ഇവിടെ വന്നതുകൊണ്ട് ഒന്നും ബാധിക്കാൻ പോണില്ല നമ്മളെ. ഈ ഹിന്ദു വോട്ടുകളിൽ മുരളീധരൻ എന്തെങ്കിലും വിള്ളൽ ഉണ്ടാക്കാനുള്ള സാധ്യത? തീർച്ചയായിട്ടും ഇല്ല. ഹിന്ദു വോട്ടിന് ഒരു വിള്ളലും ഉണ്ടാക്കില്ല നമുക്ക്. ഇപ്പോ ഈ വലിയ തരത്തിൽ BJP പ്രതീക്ഷ കൊടുക്കുന്ന A+ മണ്ഡലങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് തൃശ്ശൂർ. ഈ പ്രതീക്ഷകളെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണല്ലോ ഇടതുപക്ഷവും കോൺഗ്രസും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ഓരോ പ്രസ്താവനകളും വലിയൊരു നിരാശ ഈ രണ്ട് വിഭാഗത്തിന്റെയും ഇടയിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലുണ്ട്. എന്ത് തോന്നുന്നു? അവർക്ക് നിരാശ തന്നെയാണ്. അത് ഞങ്ങളുടെ പ്രവർത്തനം അതിനെ മറികടക്കുന്നതായിരുന്നു. ഒരു 3 വർഷമായിട്ട് സുരേഷ് ഗോപി ഈ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രതിഫലനം നമുക്ക് വോട്ടിലൂടെ കാണാൻ സാധിക്കും. കരുവന്നൂർ വിഷയം ഏത് തരത്തിൽ ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിൽ BJPക്ക് അനുകൂലമാവും? അനുകൂലമാണ്. കരുവന്നൂർ വിഷയം അനുകൂലം തന്നെയാണ്. അത് എന്താ പറയാ, കേന്ദ്ര തലത്തിൽ തന്നെ നമുക്ക് അതിന്റെ ശ്രദ്ധ എല്ലാവരും എത്തിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മളുടെ ഈ മണ്ണിൽ അതിന്റെ പ്രതിഫലനം കാണാൻ സാധിക്കില്ലേ? അത് തീർച്ചയായിട്ടും ഉണ്ട്.